സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ മറ്റു യുവതാരങ്ങൾ അനശ്വര രാജനെ കണ്ടുപഠിക്കണമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. മലയാള യുവനായികമാരിൽ ശ്രദ്ധേയമായ താരമാണ് അനശ്വര രാജൻ. അടുത്തിടെയായി അന്യഭാഷാ സിനിമകളാണ് താരത്തിൻ്റെതായി തുടർച്ചയായി റിലീസ് ചെയ്തത്. അഭിഷൻ ജീവന്ത്, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ വിത്ത് ലവ് 2026 ഫെബ്രുവരി 6 ആഗോള റിലീസായി. ഈ ചിത്രം രചിച്ച് സംവിധാനം ചെയ്തത് മദൻ ആണ്. മോശമില്ലാത്ത കളക്ഷനാണ് ചിത്രം നേടുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ 25 കോടി രൂപ എന്നാണ് ട്രേഡിംഗ് അനലിസ്റ്റായ സാക് നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ മറ്റു യുവതാരങ്ങൾ അനശ്വര രാജനെ കണ്ടുപഠിക്കണമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് എൻ്റർടൈനറായി ഒരുങ്ങിയ ചിത്രത്തിലെ ഗാനം അടുത്തിടെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസർ നേരത്തെ പുറത്തു വരികയും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. പുതിയ കാലഘട്ടത്തിലെ യുവത്വത്തിൻ്റെ ജീവിതമാണ് ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അത് കൃത്യമായി പ്രതിഫലിക്കുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസറിന് യുവ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഈ വർഷത്തെ തമിഴിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ടൂറിസ്റ്റ് ഫാമിലിയുടെ വമ്പിച്ച വിജയത്തെ തുടർന്ന് അതിൻ്റെ സംവിധായകൻ അഭിഷൻ ജീവന്ത് ഈ റൊമാൻറ്റിക് ഡ്രാമയിലൂടെ ആദ്യമായി നായകനായി എത്തിയിരിക്കുകയാണ്. മുൻപ് പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ ടീസറും പോസ്റ്ററുമെല്ലാം പ്രേക്ഷകർക്കിടയിൽ കൗതുകം സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ ചിത്രം ശ്രദ്ധ നേടുകയും ചെയ്തു. മുകേഷ് ആർ മേത്ത, ഉമേഷ് KR, ബൻസാൽ, രാജേഷ് കൃഷ്ണ, CV സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മദൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ്. പ്രണയം, കോമഡി എന്നിവ കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ യുവ നായികമാരിൽ ശ്രദ്ധേയമായ ഏറ്റവും പുതിയ ചിത്രമാണ് വിത്ത് ലവ് 2026. മറ്റൊരു ശക്തമായ കഥാപാത്രമായി എത്തുന്ന അനശ്വര രാജൻ റിലീസിനൊരുങ്ങുന്നു. നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. രശ്മി രാധാകൃഷ്ണനും ഫെബിൻ സിദ്ധാർത്ഥും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഗുഡ് നൈറ്റ്, ലവർ, ടൂറിസ്റ്റ് ഫാമിലി എന്നിവയുൾപ്പെടെ നിരവധി ഹിറ്റുകൾ നൽകി ശ്രദ്ധ നേടിയ നിർമ്മാണ കമ്പനിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്.